ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം നിൽക്കുന്ന നിൽപ്പിൽ 29-ാം സങ്കീർത്തനം 29 ബാക്കി പ്രതിവാക്യമായി നമുക്ക് വായിക്കാം. സങ്കീർത്തനം 29 എല്ലാവരും എടുത്തൊന്ന് വിശ്വസിക്കുന്നു. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുടങ്ങുന്നു, പെരുവെള്ളത്തിന് മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുടക്കുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജാലയെ ചിഹ്നിക്കുന്നു, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലുരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. വാക്യം ചേർത്ത് വായിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വിശുദ്ധ പകൽക്കാലത്തെ വിധാനമായി നൽകി തന്നു. പകൽക്കാലം ദൈവത്തിന്റെ ബാധപ്പെടുത്തി കടന്നു വരുവാൻ, ദൈവത്തെ മുഖത്തപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നൽകി തന്ന വലിയ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ദൈവത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നതാ. വാഗ്ദാനം വായിക്കപ്പെട്ട സങ്കീർത്തനം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ അങ്ങയുടെ മക്കളോട് ഇടപെടുവാൻ പകൽക്കാല ദൈവം സഹായിക്കണമേ. അടിങ്ങളുടെ നാവിനെ ദൈവം അങ്ങ് ബലപ്പെടുത്തണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ കാണുവാൻ തക്കവണ്ണം ഇത് പകൽക്കാല ദൈവം സഹായിക്കണമേ. അങ്ങെല്ലാം നന്മയാക്കി തീർക്കുന്ന ദൈവമായിരിക്കാൻ നന്ദി. പ്രാർത്ഥന യാചന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പകൽക്കാലം നമുക്ക് ദൈവത്തിന്റെ പാദപ്പെടുത്തി കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല കർത്തൃ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി തന്നുവല്ലോ. ആ ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത്, ആ ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ആമേൻ. പകൽക്കാലം ദൈവദാസൻ നമ്മുടെ മുമ്പാകെ കടന്നു വന്നിട്ടുണ്ടല്ലോ. നമ്മോട് കൂടുതൽ ആരാധന ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും ആമേൻ ആ ആരാധന അവർ ഓരോരുത്തരുടെ ജീവിതത്തിലും അനുഗ്രഹമായി മാറുവാനൊക്കെ ദൈവമായി സഹായിക്കുമാറാകട്ടെ. നാം വായിക്കപ്പെട്ട സങ്കീർത്തനം 29-ാം സങ്കീർത്തനം. അതിനു മുമ്പായി ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നാം ഇത് രാവിലെ പാടിയ പാട്ടുണ്ടല്ലോ. ആമേൻ. ഇംഗ്ലീഷ് വരികൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, വണ്ടർഫുൾ നെയിം ഓഫ് ഗോഡ്. ആമേൻ. ദൈവത്തിന്റെ നാമം, ആമേൻ, വണ്ടർഫുൾ നെയിം, പവർഫുൾ നെയിം, ആമേൻ, ബ്യൂട്ടിഫുൾ നെയിം. ഇത്ര വലിയ നാമമുള്ള, ഇത്ര അനുഗ്രഹിക്കപ്പെട്ട നാമമുള്ള, ഇത്ര ശക്തിയേറിയ നാമമുള്ള ആ ദൈവത്തിന്റെ നാമത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്തുവാൻ, നമുക്ക് ദാനമായി ദൈവം നൽകി തന്ന നാവുകൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, നമുക്ക് ആരോഗ്യം നൽകി തന്ന കരം കൊണ്ട് ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ അവസരങ്ങളെ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ആമേൻ. വായിക്കപ്പെട്ട സങ്കീർത്തനം 29-ാം അധ്യായം അതിന്റെ 1-2 വാക്യം ഒന്ന് വായിക്കാമോ? ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് മഹത്വം കൊടുപ്പീൻ, വിശുദ്ധകാലം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ഇവിടെ നാം വായിക്കുന്നു, 2 പ്രാവശ്യം ദാവീദ് എടുത്തു പറയുന്നു, കൊടുപ്പീൻ, കൊടുപ്പീൻ. എന്തു കൊടുക്കുവാനാ ആമേൻ ദാവീദ് ഇവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കണം. മാത്രമല്ല യഹോവയുടെ നാമത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം നാം ശക്തിയോടും മഹത്വത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. പ്രിയ ദൈവമക്കളെ, നാം ഏകദേശം 1 മണിക്കൂറോളമായി ഇന്ന് പകൽക്കാലം ആലയത്തിലേക്ക് നാം കടന്നു വന്നിട്ട് ആമേൻ ആരാധനയെങ്കിൽ ആമേൻ ഹൃദയത്തിൽ നിന്നും എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആ ശക്തിയും മഹത്വവും ദൈവത്തിന് കൊടുത്തു വന്ന പൂർണ്ണ ഹൃദയത്തോടെ പറയാനായിട്ട് കഴിയും. ആമേൻ. നമ്മുടെ ദൈവം സർവശക്തനാണ്. ആ ശക്തനായിരിക്കുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നതും അതേ ശക്തിയോടുകൂടിയും അതേ മഹത്വത്തോടും കൂടി വേണം നാം ആരാധിക്കേണ്ടതെന്ന് ദാവീദ് ഇവിടെ പറയുന്നു. ആമേൻ. ആമേൻ. നാം ആരാധിക്കുമ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന ദൈവം ആമേൻ 1-2 വാക്യത്തിൽ പറയുന്നു, നാം കൊടുക്കുമ്പോൾ ആമേൻ അതിന്റെ അവസാനത്തെ വാക്യം 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. നാം ചിലതെല്ലാം ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ തിരികെയും നൽകി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. 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 അത് വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തി ആമേൻ. നാം
എപ്രകാരം ദൈവത്തെ ആരാധിക്കണം. ആമേൻ. മലാക്കി 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. മലാക്കി 1-ാം അധ്യായം അവിടെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അപ്പനെയും ദാസനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ ഇപ്രകാരം അവിടെ കാണുന്നു, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ദൈവം ഇസ്രായേലിനോട് ചോദിച്ചതാ. ആമേൻ. ഇന്നത്തെ തലമുറയിലായിരിക്കുന്ന നമ്മോടും ദൈവം ചോദിക്കുക, എന്നോടുള്ള ബഹുമാനം എവിടെ? എന്നോടുള്ള ആരാധന എവിടെ? ആമേൻ. ഞാൻ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന നന്മയ്ക്ക് ഒത്തവണ്ണമാണോ നിങ്ങൾ ആരാധിച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾക്ക് ഒത്തവണ്ണമാണോ ഞാനും നിങ്ങൾക്ക് പകൽക്കാലം ദൈവത്തെ ആരാധിച്ചത്? ആമേൻ. അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്റെ യാഗപീഠത്തിൽ മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു. ആമേൻ. മലിനമായിട്ടുള്ള ഭോജനങ്ങളെ അർപ്പിക്കുന്ന ഒരു ജനം. ആമേൻ. അതിനുശേഷമായിട്ട് 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു, കണ്ണു പൊട്ടിയതിനെ, അതുപോലെ തന്നെ നിങ്ങൾ മുടന്തും ദീനമുള്ളതിനെ അർപ്പിക്കുന്ന യാഗമാ. ആമേൻ. ദൈവമക്കളെ, ദൈവത്തെ പറ്റിക്കുവാൻ ഒരിക്കലും ആരാൾക്കും കഴിയത്തില്ല. ആമേൻ. പൂർണ്ണ ഹൃദയത്തോടുകൂടെ വേണം നാം ദൈവത്തെ ആരാധിക്കാൻ. കണ്ണു പൊട്ടിയതുപോലെയോ അല്ലെങ്കിൽ ആമേൻ മുടന്തുള്ളത് പോലെയോ ജീവനില്ലാത്തത് പോലെയോ ആയിരിക്കരുത് പ്രിയ ദൈവമക്കളെ നാം ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മുടെ അകക്കണ്ണുകൾ തുറന്നുകൊണ്ട് ആമേൻ നമുക്ക് ജീവൻ നൽകി തന്ന നമ്മുടെ പ്രാണനെ ആമേൻ ഹൃദയപൂർണ്ണമായി ആമേൻ നമുക്ക് ആരോഗ്യം നൽകി തന്ന കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമുക്ക് നൽകി തന്ന ആരോഗ്യമുള്ള കാലുകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബഹുമാനത്തോടും കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അവിടെ വായിക്കുന്ന മലാക്കിയുടെ മലാക്കിയിൽ നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ മലിനമായിട്ടുള്ള ഭോജനങ്ങൾ അല്ലെങ്കിൽ മുടന്തും ദീനമുള്ളതിനെ ആമേൻ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. ആ ദേശാധിപതി പോലും ഒരിക്കലും അത് സ്വീകരിക്കാത്ത യാഗമാ മലിനമായിട്ടുള്ളതും. ആമേൻ. ശത്രുവിന് പോലും ആരാധന ആമേൻ അങ്ങനെയുള്ള ആരാധന ആമേൻ ശത്രു പോലും എന്താ പറയുന്നത് അത് സ്വീകരിക്കുന്നില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. ആമേൻ. മത്തായി 4-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യത്തിൽ നാം വായിക്കുന്ന ഒരു വചനമുണ്ട്, നമുക്ക് ഏവർക്കും സുപരിചിതമാ. ആ വാക്യത്തിൽ യേശു അവനോട് സാധാരണ എന്നെ വിട്ടു പോ, ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ആമേൻ. അവിടെ യേശുവിനെ ശത്രു പരീക്ഷിക്കുന്ന സാഹചര്യം നാം കാണുന്നുണ്ട്. അവിടെ ശത്രു യേശുവിനോട് പറയുക, നീ വീണ് എന്നെ ഒന്ന് നമസ്കരിക്കാനായിട്ട്. അവൻ പ്രിയ ദൈവമക്കളെ വീണ് നമസ്കരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ നെറ്റി നമ്മൾ വീഴുമ്പോൾ നമ്മുടെ നെറ്റി ആമേൻ വീണ് കിടക്കുക, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും വീണ് കിടക്കുകയാ. ആമേൻ. നമ്മുടെ കൈകാലുകരങ്ങൾ, നമ്മുടെ തല, നമ്മുടെ നെഞ്ച് സകലതും ആമേൻ വീണ് നമസ്കരിക്കാനാ ശത്രു പറയുന്നത്. അവിടെ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, ശത്രുവിന് പോലും മുഴുവനുമായിട്ടുള്ള ആരാധനയാ ശത്രു പോലും ആമേൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ജീവനുള്ള ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ദൈവം നൽകി തന്ന നമ്മുടെ ശക്തിക്കൊത്തവണ്ണം നമ്മൾ ദൈവത്തെ ആരാധിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷമായി അടുത്ത വാക്യം നമുക്ക് സങ്കീർത്തനം 29-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം വാക്യം ഒന്ന് വായിക്കാം. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബനാനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടിയെ പോലെ ലെബനാനെയും സിരിയോനെയും കാട്ടുപോത്തിൻകുട്ടിയെ പോലെയും തുള്ളിക്കുന്നു. ആമേൻ. ഇവിടെ യഹോവയുടെ ശബ്ദത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ കാണുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. ദേവദാരുവിനെ കുറിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ദേവദാരു കാട്ടിലെ വലിയ ആമേൻ വലിയ ആയുസ്സുള്ള ഒരു ആമേൻ വൃക്ഷമാ ദേവദാരു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ വലിയ ബലമുള്ള ശക്തിയുള്ള മരമാ. ആമേൻ. കാട്ടിലെ രാജാവെന്ന് പോലും നമുക്ക് പറയുവാൻ കഴിയുന്ന ഒരു വൃക്ഷമാ ദേവദാരു. ഈ ദേവദാരു ഒരിക്കലും തകരാൻ കഴിയത്തില്ല, ഒരു ശക്തിക്കും ദേവദാരുവിനെ തകർക്കാൻ കഴിയത്തില്ല. എന്നാൽ വചനം ഇവിടെ പറയുന്നു, യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. മക്കളെ, ദേവദാരുവിന്റെ ആയുസ് ഏകദേശം 500 വർഷത്തിന് മുകളിലാണെന്ന അവൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവൻ 1000 വർഷം വരെ ജീവിച്ചിരുന്ന അവൻ ദേവദാരുവിനെ ആയുസ്സുള്ള ദേവദാരുവിനെ ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദേവദാരുവിനെ തകർക്കുവാൻ പോലും യഹോവയുടെ ശബ്ദത്തിന് കഴിയുമെന്ന ദൈവവചനം പറയുന്നത്. ഇന്ന് പകൽക്കാലം ഏതെല്ലാം വിഷയത്തോടുള്ള ബന്ധത്തിൽ
തകർക്കപ്പെടത്തില്ല എന്ന് പറയുന്ന വിഷയത്തിന് മുമ്പാകെ ആരെല്ലാം ആയിരിക്കുന്നുവോ പ്രതീക്ഷയ്ക്ക് വിഫലമായിട്ടുള്ള പ്രതീക്ഷകൾ മാറിക്കൊണ്ട് അസ്തമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിന്മേൽ എത്ര പേര് ആഴ്ന്നിറങ്ങിയാലും ഇത് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു, തകർക്കുന്ന ദൈവം യഹോവയുടെ ശബ്ദം ആ വിഷയത്തിന്മേൽ ഇറങ്ങി വന്ന് തകർക്കുവാൻ ദൈവം ശക്തനാണെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ കാണുന്നു അവൻ അവയെ കാളക്കുട്ടിയെ പോലെയും ലെബാനോനെയും സിയോനെയും കാട്ടുപോത്തിന് കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു. കാളക്കുട്ടിയെ നമുക്കറിയാം. കാളക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അടങ്ങിയിരിക്കുന്ന ഒന്നല്ല കാളക്കുട്ടി. അതുപോലെയാ ദൈവമക്കളെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കും. ചിലത് തകരുമ്പോൾ തുള്ളിക്കുവാൻ തക്കവണ്ണം ഇവിടെയായിത്തീരും. അത് മാത്രമല്ല, കാട്ടുപോത്തിന്റെ കുട്ടിയെ പോലും തുള്ളിക്കുന്ന സാഹചര്യങ്ങൾ. കാട്ടുപോത്തിന്റെ കുട്ടിയും കാളക്കുട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാട്ടിൽ വളരുന്ന കാട്ടുപോത്തിന്റെ കുട്ടി ചാടുന്നത് നാട്ടിലായിരിക്കുന്ന കാളക്കുട്ടിയെ പോലെയല്ല, അതിനപ്പുറമായിട്ടുള്ള രീതിയില. ദൈവം നമ്മെ മാനിക്കുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും മാനിക്കുന്ന ദൈവം നമ്മളെ കാളക്കുട്ടിയെ പോലെയും കാട്ടുപോത്തിൻ കുഞ്ഞിനെ പോലെയും തുള്ളിക്കുന്ന ദൈവമായിരിക്കാൻ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലുരിക്കുന്നു, അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. ആമേൻ. ഇവിടെ കാണുന്നു, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. പ്രസവം എന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പെയിൻ ഉള്ള കാര്യമാണ്. ദൈവമക്കളെ മാൻപേട പ്രസവിക്കുമാറാക്കുന്നു. വേദനയുടെ നടുവിൽ ആരും സഹായമില്ലാതെ കാട്ടിൽ അറിയുന്ന മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. ഇത് പകൽക്കാലം ആരെങ്കിലും ഒറ്റപ്പെട്ട സാഹചര്യങ്ങളായിരിക്കുന്നുവെങ്കിൽ പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുന്നുവെങ്കിൽ ഇത് പകൽക്കാലം തനിയെ ഏതെല്ലാം വിഷയത്തോടുള്ള ബന്ധത്തിൽ, അത് രോഗമോ അത് ഭാരമോ പ്രയാസമോ കുടുംബത്തിന്റെ വിഷയമോ ഏതുമാകട്ടെ, സാമ്പത്തികമോ ആത്മീകമാകട്ടെ, ഏത് വിഷയമായിരുന്നാലും അതിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവം, പെയിൻഫുൾ ആയിട്ടുള്ള വിഷയങ്ങളിന്മേൽ അതിന്മേൽ ഒരു വിടുതൽ ദൈവം നൽകി തരുന്ന ദൈവമായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവ ജലപ്രളയത്തിന്മേൽ ഇരുന്നു, യഹോവ എന്നേക്കും രാജാവായി ഇരിക്കുന്നു. ചരിത്രത്തിലൂടെ സംസാരിക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം യഹോവ നമ്മളോട് എങ്ങനെയൊക്കെ സംസാരിക്കാം. ചിലപ്പോൾ നാം വചനം വായിക്കുമ്പോൾ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാം. ചിലപ്പോൾ ദൈവദാസന്മാർ വചനം ശുശ്രൂഷിക്കുമ്പോൾ ആ വചന കേൾവിയിലൂടെ നമ്മളോട് സംസാരിക്കാം. ചിലപ്പോൾ പാട്ടുകൾ പാടുമ്പോൾ ആരാധനയുടെ മധ്യത്തിൽ ആ പാട്ടിലെ ഏതെങ്കിലും വരികളായിരിക്കാം നമ്മെ സ്പർശിക്കുന്നത്. ഏത് വിനയവും ദൈവം ഒരുവനെ ഉപയോഗിക്കുവാൻ, ദൈവം ഒരുവനോട് സംസാരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദൈവം ആ വിഷയത്തിന്മേൽ സംസാരിക്കുവാൻ ഇടയായിത്തീരും. ഈ നാടുകളിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹത്തോടെ ആയിരിക്കുന്നവർ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം എന്ന് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കുക. അതോടുകൂടി ദൈവം നമ്മോട് സംസാരിക്കും. ആ സംസാരത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളും ദൈവത്തിന്റെ അതിശയങ്ങളും ദൈവത്തിന്റെ വീര്യപ്രവൃത്തികളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം വചനത്തിൽ കാണുന്നു, യഹോവയുടെ ശബ്ദം ലാസറിന്റെ കല്ലറയുടെ മുമ്പാകെ നിന്ന് യഹോവയുടെ ശബ്ദം പുറപ്പെട്ടപ്പോൾ മരിച്ചു കിടന്ന ലാസറിനെ, നാറ്റം ഒമിക്കാറായിരിക്കുന്ന ലാസറിനെ ഉയർപ്പിച്ചൊരു ശബ്ദമുണ്ട്. പ്രിയ ദൈവമക്കളെ, ജനത്തെ പീഡിപ്പിച്ചുകൊണ്ട് ജനത്തിന് എതിരായി പ്രവർത്തിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട പൗലോസിനെ യഹോവയുടെ ശബ്ദം കേട്ടപ്പോൾ പിടിച്ച ഒരു ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് ആദിയിൽ ദൈവം യഹോവയുടെ വാക്കിനാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഒരു വാക്കിനാൽ സകലത്തെ ഉളവാക്കി തീർത്ത ദൈവത്തിന്റെ ഒരു വാക്കുണ്ട്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിലും ദൈവത്തിന്റെ വാക്കുകൾ നമ്മോട് ഇടപെടുവാൻ, ദൈവത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മെ എല്ലാവരും ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.